ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സോങ്ങിലേക്ക് സ്വാഗതം. വീണ്ടും മലൈക്കോട്ടെ വാലിബൻ. അതിനകത്തെ ഒരു സോങ് ആണ്. അതിനകത്തെ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്റെ ട്രെയിലർ, ടീസർ ആണെങ്കിലും അതിന്റെ ആദ്യത്തെ ഒരു പോസ്റ്റർ ഇറങ്ങിയ സമയത്തുള്ള ഇതിനകത്ത് സോങ് എല്ലാം വ്യത്യസ്തമാണ് അല്ലേ. നമ്മളിപ്പോ ഇതിനകത്ത് മൂന്നാമത്തെ സോങ് ആണെന്ന് തോന്നുന്നു ഇതിനകത്ത് ഇപ്പം കാണുന്നത്. അപ്പൊ ആദ്യം എനിക്ക് തോന്നുന്നു ഒരു റൊമാൻറ്റിക് ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു സോങ് ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അത് കഴിഞ്ഞിട്ട് റാക്ക് എന്ന് പറഞ്ഞ നമ്മുടെ ലാലേട്ടൻ പാടിയ പാട്ട്. ഇപ്പൊ അതിനുശേഷം നെക്സ്റ്റ് സോങ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ക്ലിപ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു റൊമാൻറ്റിക് ഫീൽ ഉള്ള ഒരു പാട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു സോങ് കേട്ട് നോക്കാം. ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സാരിഗമ കാർവ. ആദ്യത്തെ പാട്ട് മോഡൽ തന്നെ തോന്നുന്നു അല്ലേ. വസന്തത്തിൻ കാലം പാട്ടിനാൽ തുറന്നു നീ മദഭരമിഴിയോരം വസന്തത്തിൻ കാലം പാദനിലെ പൂമരങ്ങൾ കാത്തു നിൽപ്പു നിന്നെ പാടുവാൻ തുടങ്ങി ക്ലിപ്സൊക്കെ രസമുണ്ട്. വസന്തത്തിൻ കാലം മദഭരമിഴിയോരം വസന്തത്തിൻ കാലം പാട്ടിനാൽ തുറന്നു നീ രാത്രി തൻ ജനാലകൾ മദഭരമിഴിയോരം വസന്തത്തിൻ കാലം വസന്തത്തിൻ കാലം ഭയങ്കര മേലഡി അല്ലേ. മെലഡി സോങ് ഭയങ്കര സ്ലോ. നേരത്തെ ആദ്യത്തെ സോങ്ങും സോങ്ങായിട്ട് സെയിം ആയിട്ട് തോന്നി. ആ ഒരു വെച്ചാൽ അത്ര സ്ലോ ആണെന്ന് നല്ല രസം കേട്ടോണ്ടിരിക്കും. എനിക്കൊന്ന് കൂടുതൽ ഈ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് രാത്രിയിലൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റിയ സൂപ്പർ അതേത്തെ ഒരു പാട്ടാണ്. പ്രീതി പിള്ള അല്ലേ, അവരുടെ വോയിസ് എടുത്ത് പറയുന്നത്. പ്രീതി പിള്ളയാണ് പാട്ട് പാടിയിരിക്കുന്നത്. അടിപൊളി വോയിസ്. ആ ഒരു ഭയങ്കര ക്ലാരിറ്റി ഇല്ല, ഹെഡ്സെറ്റ് വെച്ച് നല്ല ക്ലാരിറ്റി ഉണ്ട്. അത് ആ കറക്റ്റ് ആ ഒരു ഇതിനകത്ത് കൊടുത്തതിന് ട്യൂണൊക്കെ കേൾക്കണം. കമ്പോസ് ചെയ്ത ഒരു അധികം ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ല. ആ ഉള്ള ആദ്യത്തെ സോങ്ങും ഇൻസ്ട്രുമെന്റ്സ് ഇല്ലെന്ന് തന്നെ പറയുന്നത്. എനിക്ക് തോന്നി ഇവര് ആ ഒരു പാറ്റേണിലായിരിക്കും ഇപ്പൊ ഈ പാട്ട് ആ ഒരു ടൈപ്പാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു സോങ്ങിനകത്ത് ക്ലിപ്സ് കണ്ടായിരുന്നു. അതിനകത്ത് ഓരോ ക്ലിപ്സിനകത്ത് ഇവര് ലൈറ്റ് വെച്ചിട്ടുണ്ടോ. ആദ്യത്തിനകത്തും ഈ വിളക്കിന്റെ വെട്ടത്തിനകത്ത് ഇല്ലേ ഒരു അവിടെ ഇവിടെ തീ കൂട്ടിയതിനകത്തൊക്കെയാണ് ആ ഒരു ലൈറ്റ്സ് ഈ സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനകത്തും ചില ഭാഗത്തൊക്കെ ഈ ഇപ്പൊ ലാലേട്ടൻ കയറി വരുന്നതും പിന്നെ അതുപോലെ തന്നെ നായികല്ലേ അവര് വരുന്ന ഭാഗത്തൊക്കെ ഈ പറഞ്ഞ ലൈറ്റ് ഒക്കെ കൊടുത്തേക്കുന്നതും അപ്പൊ അതിനകത്ത് ആ ഒരു ഫേസ് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് വരുന്നത് അതൊക്കെ നല്ല രസമുണ്ട്. അത് എനിക്ക് ഈ ഒരു പാട്ടിന് ആ ഒരു ലൈറ്റ് കൂടുതലായിട്ടും ചേരുന്നുണ്ട്. ആദ്യത്തെ സോങ്ങിനകത്താണെങ്കിലും ഇതിനകത്താണെങ്കിലും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു ഇതാണ് തോന്നുന്നത്. രാത്രിയിൽ ആ ഒരു വെട്ടത്തൊക്കെയുള്ള ആ ഒരു സീൻസ് കാണിക്കുന്നത്
മലയക്കോട്ടെ വായുവിനകത്ത് ഇപ്പൊ ഓരോ സോങ് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിനകത്ത് ക്ലിപ്സ്, ഇതിന്റെ പോസ്റ്ററൊക്കെ ഇറങ്ങുന്നത് എല്ലാം സത്യം പറഞ്ഞാൽ ഇതിന്റെ ഹൈപ്പ് കൂട്ടി കൂട്ടി വരികയാണ്. അതിനെ അധികം കാത്തിരിക്കേണ്ടില്ല, ജനുവരി 25. കുറച്ച് നാളെ ഉള്ളു. അപ്പം ഇപ്പം FD ഫാൻസിന്റെ ഒക്കെ ടിക്കറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരുവിധപ്പെട്ട ഫാൻ ഷോകളെല്ലാം ഇത് ഫുൾ ടിക്കറ്റും വിറ്റുപോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 90-95% ഉറപ്പിക്കാൻ നമുക്ക് പറ്റും. ഫസ്റ്റ് ഡേ കളക്ഷൻ എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളത്തിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നിൽക്കുന്നത് ലാലേട്ടന്റെ ഒടിയന്റെ എന്ന് തോന്നുന്നു. അത് മിക്കവാറും നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഈ ഒരു സിനിമയ്ക്ക് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അതുപോലെ ഹൈപ്പ് ഉണ്ട്, അത്രയും തിയേറ്റർ പിടിച്ച് അത്രയും ഫാൻ ഷോ ആണ്, അതും രാവിലെ 6 മണിക്ക് തന്നെയാണ് നടത്തുന്നത്. അപ്പം എന്തുവായാലും ഒരുപാട് റെക്കോർഡുകളൊക്കെ തീരാൻ പോവുകയാണ്. അപ്പം ഇതിന്റെ മറ്റൊരു അപ്ഡേഷൻ ചിലപ്പം എന്റെ ട്രെയിലർ ഏകദേശം ഈ നെക്സ്റ്റ് വീക്കോടുകൂടി കാണുമെന്നാണ് ഇപ്പൊ പറയുന്നത്. എന്റെ ഒരു ട്രെയിലർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഇരുന്നതായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.